വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ ജിവുവിനുള്ള പെരുന്നാൾ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഞങ്ങൾക്കുള്ളതൊക്കെ ഓൾറെഡി ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അത് വേണമെങ്കിൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം, നോ പ്രോബ്ലം. ഓക്കെ, ഇന്ന് നമ്മൾ ജിവുവിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ സ്ഥിരം വരാറുള്ള വെൽക്കം വാഗിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടെ നമ്മളെ ഹെൽപ്പ് ആക്കാൻ നമുക്ക് കണ്ടെടുത്താക്കാൻ കൂടാത്ത മോൾട്ടി വന്നിട്ടുണ്ട്. തിരിക്കിട്ടില്ല, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ നോക്കി ഒരു വൈറ്റ് വേണമെന്നേനും ആ ഡ്രസ്. ആ വൈറ്റിന് കാരണം ഓള് വൈറ്റ് ആണ്, അപ്പൊ ഓള് അതിനൊപ്പിച്ചിട്ട് വൈറ്റ് എടുക്കുന്നു. അങ്ങനൊന്നുമല്ല, ആണ് ആണ് അത് നിങ്ങൾ ആദ്യം മുന്നേ പറഞ്ഞത് പെരുന്നാളെ പോലെ മനസ്സിലാക്കും. ഞാൻ വൈറ്റ് ഇട്ടത് ഡ്രസ് കണ്ടിട്ടാണ്ട് ഓൾക്ക് ഞെട്ടാനൊന്ന് കോടി വരുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഫസ്റ്റ് ഈ ഡ്രസ് ഒന്ന് ഇടിപ്പിച്ച് നോക്കിയതാട്ടോ നമ്മൾ ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെയാണേ. ഈ സാധനം പ്രൊഡക്റ്റ് ആണ് പുതിയത്. ഇതുമേ ടാഗ് നിങ്ങൾക്ക് തന്നെ കാണാൻ, ഇത് വാങ്ങിയിട്ടില്ല, അത് വായിലിടണ്ട കേട്ടാ, മിസ്റ്റേക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. എവിടെ നമ്മളെ സ്ഥിരം കുറ്റി മാറക്കല്ലേ കിടക്ക് തപ്പ് പോ. ഇന്നലെ രാത്രി ഗൈസ്, ഞങ്ങൾ ഇന്നലെ രാത്രി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ട് മടങ്ങിപ്പോയി. ഇവിടുത്തെ തിരക്കൊണ്ട് മടങ്ങിപ്പോയി, അറിയോ? എന്നിട്ട് ഓരോ ടൈം ഒഴിഞ്ഞ ടൈം നോക്കി വിളിച്ചിട്ട് ഞങ്ങൾ വന്നത്. മാഷാ, നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ. അത് ഒന്നാമത് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ തന്നെ നോക്കിക്കോളി, അടിപൊളി കിഡ്സിന്റെ സെലക്ഷൻ ഉണ്ട്. ജെന്റ്സിന്റെ ആണെങ്കിലും ബോയ്സിന്റെ ആണെങ്കിലും കിഡ്സിന്റെ ആണെങ്കിലും അല്ല ഗേൾസിന്റെ ആണെങ്കിലും ബോയ്സിന്റെ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. പാർട്ടി വെയർ ആണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും അത്ര തിരക്ക് എനിക്കറിയില്ല. പിന്നെ പെരുന്നാളാണല്ലോ. ഓക്കെ, സ്വാഭാവികമായിട്ട് എല്ലായിടത്തും തിരക്കുണ്ടാവും. പിന്നെ ജിവു ഇനോഗ്രേഷൻ ഇട്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഉടുപ്പ്. അത് എവിടുന്നാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കളേഴ്സ് ഉണ്ട്. ജിവു ഇട്ടതൊക്കെ ഒരുവിധം ഇവിടെ തന്നെ. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിവിന് ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് ജനിച്ച് പാടുണ്ടായിരുന്നു. ഇപ്പൊ ഗിഫ്റ്റുകൾ കൂടുതലില്ല, നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യലാണ്. അത് ഫുള്ള് ഇവിടെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യല് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഇത് ലേറ്റസ്റ്റ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓൻ അപ്പം തന്നെ അത് നമ്മളെ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ അവന്റെ സ്റ്റോറി കാണലാണ് വാട്സപ്പിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓൻ ഫോട്ടോ ഇട്ട് കാണും. അപ്പൊ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിങ്ങോട്ട് വരും. ഇപ്പൊ ജിവു ഇട്ടിട്ടുള്ള സാധനം ഇതാണ്. എടുത്തു. ഇത് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ ഉണ്ട്? ന്യൂ ബോൺ തൊട്ട് 2 years വരെയുള്ള കുട്ടികൾക്കുള്ളതുണ്ട്. അതാ ജീവൻ ഞങ്ങൾക്ക് എടുത്തരുണ്ട്. വേണമെങ്കിൽ ഇട്ടോ. കൊക്കമൊന്ന് കൈയെടുക്കാൻ വയ്യ, അതാണ് പിടിച്ചിട്ടുണ്ട്. എപ്പോഴും ഇഷ്ടമായി. അതായത് എനിക്കൊരു പുതിയ ചുരിദാർ വന്നിട്ടുണ്ട്, അതിന് മാച്ച് ചെയ്തിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇമാർക്ക് മാച്ചിങ് മാറ്റുള്ള എടുക്കുള്ളൂ, ഉപ്പാർക്ക് മാച്ചിങ് എടുക്കൂല? ഇന്റെ ഷർട്ട് ഏതാ, എന്താ കളർ ഒന്നും ഈ ചോദിച്ചു ഞാൻ കേട്ടില്ലല്ലോ. എടുത്തിട്ടില്ലല്ലോ ഞാൻ 100% പറഞ്ഞിട്ടുള്ള എടുക്കാൻ. അപ്പൊ ഉപ്പാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല, അങ്ങനെയല്ല പറയല്ലേ നിങ്ങള്? അപ്പൊ ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾ മാത്രം കോഡ് സെറ്റ് ആക്കാം. ശരി, ഓക്കെ. അടിപൊളി കോഡ് സെറ്റ് വന്നിട്ടുണ്ട്. കോഡ് സെറ്റ് വന്നാൽ എപ്പോഴും വേണം ഞങ്ങൾ ഇൻഫോം ചെയ്യാൻ, ഞങ്ങൾ അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് പുതിയത് വന്നാലും ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യലുണ്ട്. പുതിയൊരു അപ്ഡേഷൻ ആണ്. ഇത് എത്ര വയസ്സ് വരെ ഉണ്ട്? ഇത് ന്യൂബോൺ സൈസ് ആണ്. ന്യൂബോൺ ടു 2 years വരെ. ജിവുവിന്റെ 1.5 വയസ്സ് വരെ. 1.5 വയസ്സ്. പിന്നെ കൊറേ പേർക്കുള്ള ഒരു ചോദ്യമായിരുന്നു ഈ ഒരു സാധനം. യെസ്, ഇത് ജിവൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എലമണ്ണല്ല എല്ലാ കളക്ഷൻസ്. ഈ ഒരു പീസ് തന്നെ ഉള്ളല്ലോ. ഇത് എത്ര വയസ്സാടാ? അത് ന്യൂബോൺ സൈസ് ആണ്. ന്യൂബോൺ സൈസ് അല്ലേ? പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, ഈ ഒരു മോഡല്. ഡെനിമില് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ കിഡ്സിന് നിങ്ങളെ ക്വാളിറ്റി എല്ലാം ശ്രദ്ധിക്കണം. നല്ല അടിപൊളി സോഫ്റ്റ് കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ചെയ്താൽ മതി, നമ്മൾ അതേമാതിരി അവർക്ക് തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും. അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം ഈവൻ എന്താ പറയാ, ഒരുവിധം ഓൺലൈനിലൊക്കെ നമുക്ക് ഇത് റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാന്നുള്ള വലിയ പാടാണ്. ഈവൻ നമ്മൾ പോലെ അത് ഫോളോ അപ്പ് ചെയ്യില്ല. സാധനം ഡാമേജ് ആയിട്ട് കൊറിയർ അയക്കാന്നുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ റീഫണ്ട് കൊടുക്കുന്നില്ല. യെസ്, നല്ല രസമുണ്ടായ ജീവന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ നല്ല കലിപ്പിലാണ് ആള്. സത്യം പറഞ്ഞാൽ ഉടുപ്പിട്ട് തറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് ഊരി വലിച്ചേരേണ്ട നേരം കഴിഞ്ഞു. ഓക്കെ, പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ജിവുവിന്റെ ഷോർട്സ് എന്താ ഇടാത്തന്ന്. അറിയാലോ, ഇപ്പൊ നടത്താൻ തുടങ്ങി, പിടിച്ചിട്ട് കിട്ടണില്ല. പിന്നെ 2 പെരുന്നാൾ തിരക്കാണ്, ഷോപ്പിൽ ഫ്രീ ഉണ്ടാവില്ല. ഷോപ്പിൽ ഇപ്പോഴും കസ്റ്റമർ ആളാണ്. നമ്മള് ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കാണുന്നത് അവർക്ക് ഓക്കെ ആണോ അല്ലോ എന്ന് അറിയില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ വീഡിയോസിൽ കാണിക്കാത്തത്. ചിലർ ചോദിക്കും നിങ്ങൾ ഷോപ്പിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്താണ് വേറെ ആൾക്കാരെ കാണിക്കാത്തതെന്നൊക്കെ. പറ്റൂല, കാരണം ചിലർക്ക് അവർ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിലോ നമുക്കറിയില്ല. യെസ്, ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ അത് കമന്റ് ഇടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ചിലരിങ്ങനെ ചോദിക്കുന്ന കേൾക്കാം, എന്താണ് കസ്റ്റമേഴ്സിനെ.
കാരണം ചില ഷോപ്പിലൊക്കെ ഉള്ളവർ ചിലരെന്താ ചെയ്യലോ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും കാര്യങ്ങളും അവരോട് എങ്ങനെയുണ്ട് അത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളവരുണ്ട്. നമ്മൾ അങ്ങനെ 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അവര് ഓക്കെ ആണ് ഇങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മളങ്ങനെ ചെയ്യില്ല കേട്ടോ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ചിട്ട് റിവ്യൂസ് ഇടാറില്ല. അത് നമ്മളൊരു സ്റ്റൈലല്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞാനിതില് എനിക്ക് സിവുന് കുറച്ച് ഡ്രസ്സ് വേണം. വേണം. സോ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മളെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ബോർ അടിപ്പിക്കണില്ല. ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് സിവുവിന് എടുത്തതെന്ന് ഞങ്ങള് ക്ലിയർ കട്ട് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ജുബി എടുത്ത പെരുന്നാൾ ഡ്രസ്സുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണും. പെരുന്നാൾ ഡ്രസ്സുകൾ എന്ന് പറയാനുണ്ട്, അത്യാവശ്യം ഡ്രസ്സ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. കാണിക്കണില്ല? ഇല്ല. എന്നോട് 2-3 കല്യാണം എന്ന് പറഞ്ഞ കല്യാണത്തിന് വരെ എടുപ്പിച്ചിരിക്കണേ. കാണിക്കുള്ളൂ. പെരുന്നാളിന്റെ മറ്റേ കല്യാണത്തിലുള്ള സാധനം വേറെ തന്നെ, അന്ന് കണ്ടാ മതി. എന്റെ പടച്ചോനെ. ഓക്കെ, ഇത് ഇനി ബോയ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് കമന്റ് ചെയ്താണ് നിങ്ങൾ ഗേൾസിന്റെ മാത്രം കാണിക്കില്ല, ബോയ്സിന്റെ കാണിക്കുന്നത്. കാരണം ഗേൾസിന് എല്ലായിടത്തും വെറൈറ്റീസ് കിട്ടാണ്ട്, പക്ഷെ ബോയ്സിന് ഇത്ര തോന്നെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടാണ്ടാവില്ല കേട്ടോ. കോഡ് സെറ്റ് ഇതൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല അടിപൊളി. യെസ്, ബോയ്സിന് ഇങ്ങനത്തെ കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നെ പറയാം. കിഡ്സിന്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്ര വെറൈറ്റീസ് ഇതൊക്കെ എത്ര വയസ്സ് വരെ ഉണ്ട്? 5 വയസ്സ് വരെ അല്ലേ? 1 year to 5 years വരെയാണ് ഇതിന്റെ സെക്ഷന്. ന്യൂ ബോണും അവൈലബിൾ ആണ്. ഇല്ല, വലിയ ടീഷർട്ട് ആണല്ലേ. ഷർട്ട് ആണെങ്കിൽ അതും ഉണ്ട്, 2 ഷെയ്ഡായിട്ട് വരുന്ന ഷർട്ടുകൾ, പല പല വെറൈറ്റീസ് ഉള്ള ഷർട്ട്. ഇതെന്താടാ ഈ പർപ്പിൾ കളർ? കോഡ് സെറ്റ് അല്ലേ? ഓ, ആ ജീവൻ എടുത്തോട്ടോ, നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല രസമുണ്ട്. വാവ്, ഇട്ടുകാണ്ട് ഫോട്ടോ ഒക്കെ അടിച്ചു കഴിഞ്ഞാ പെരുന്നാൾക്ക് എടുക്കും. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് ഒരുപാട് ഉള്ള ഏരിയ കംപ്ലീറ്റ് ഇവർ കളക്ഷൻസ് കൊണ്ട് നിറച്ചൊക്കെയാണ്. ഇവർ സത്യത്തിൽ ടോയ്സിലാരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ. നല്ല ഡ്രസ്സിന്റെ കളക്ഷൻ കൊണ്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലത്തെ ആ തിരക്കിനൊക്കെ കാരണം ഇവിടുത്തെ കളക്ഷൻ തന്നെയാണ്. നമ്മൾ വീഡിയോ കണ്ടു വരുന്നവരും ഇവിടുത്തെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെയാണ്. സോ വേണ്ടവർക്ക് ഷോപ്പിൽ വരാം, വന്ന് പർച്ചേസ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ജീവനുള്ളതെല്ലാം നുള്ളിപ്പറക്കി വെക്കുക, നമുക്ക് ലാസ്റ്റ് വീഡിയോ എടുക്കാം. ഇടേ അപ്പൊ ഗൈസ് നമ്മളെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ് എടുത്ത് കാണിക്കൂ. ഇത് സത്യം പറഞ്ഞാൽ ഓരോ മോഡലും കുട്ടിന്റെ ഇഷ്ടത്തിനോ ചൊറുക്കിനോ എടുത്തതല്ല, ഓളെ സൗകര്യത്തിന്, അതായത് ഓളെ ഡ്രസ്സിന് മാച്ച് ആയത് നോക്കിയിട്ട് ഓളെടുത്തതാണ് കേട്ടോ. ഈ കളറൊക്കെ ഓളെടുത്ത പുതിയ ഡ്രസ്സിൽ അവൈലബിൾ ആണ്. അതല്ലേ സത്യം? ഇതാണ് കിടക്കിയത് കേട്ടോ. ഇത് ഞങ്ങള് അവാർഡ് മടക്കി വെച്ചിരിക്കുന്നുള്ളില്, ഞങ്ങള് കാണണ്ടാച്ചിട്ടാണെന്ന് അറിയില്ല. സാധനം നല്ല അടിപൊളി ക്ലോത്ത്. അതിന്റെ ഇടയിൽ ഞാനൊന്ന് മംസപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി മൈലാഞ്ചി ഇട്ടെടുത്തു. ഒരു ഇതുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാൻ പോയപ്പോ അതിനെന്തിനാണ് പറഞ്ഞ മൈലാഞ്ചി ഫെസ്റ്റിവൽ അതന്നെ. അപ്പൊ ഞാൻ പോയി ഒന്ന് കൊളാക്കി കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹെൽപ്പ് ആക്കാൻ നിക്കണേ. അപ്പൊ ആ ബാഗ് ഞാൻ അതിലിടാം കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലാക്ക് എടുത്തു. ജീവ ഇതിന്റെ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ ഷോക്സ് എടുത്തു. പിന്നെ ജീവന് കുഞ്ഞു ബ്രഷ് എടുത്തു. 4 പല്ല് വന്നിട്ടുണ്ടല്ലോ, പല്ല് തേക്കണേ. പിന്നെ ജീവന് എന്താ എടുത്തത് നമ്മള്? പിന്നെ സ്പൂൺ എടുത്തു. പിന്നെ നമ്മള് വേറൊരു സാധനം ജീവൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഈ ഒരു ട്രൗസറും അതിന്റെ ഒരു ഇതും ഷർട്ടും. ഇതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി കളേഴ്സ്. ഇതിന്റെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മള് ജീവൻ എടുത്തപ്പോ. നല്ല അടിപൊളി ഇവിടെ ഉണ്ടായിട്ട് വേറെ കളക്ഷൻസ്, വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കളക്ഷൻസ് കാണിച്ചു ഇവിടെ തീരൂല, അത്രയും ഐറ്റംസ് ഉണ്ട്. ഓക്കെ, സ്പോട്ട് മറക്കണ്ട, മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് മഞ്ചേരി മുട്ടിപ്പാലം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഒരു ഗ്ലാസ് ഒക്കെ വാങ്ങി. സിപ്പർ അതായത് വെള്ളം കുടിക്കാൻ. വെള്ളം കുടിക്കായിരിക്കും, നമ്മള് വെള്ളം കുടിപ്പിക്കാൻ ഞാൻ മതി. ഇത് കഴിഞ്ഞ പൂവന്റെ പാത്തുമാ
ചെറിയ രീതിയിൽ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. കഴിഞ്ഞ പെരുന്നാൾ ഞാൻ കാൽമലിട്ടു. അല്ല ഓക്കെ ഓക്കെ നിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? നല്ല അതെ വീട് കിട്ടിയത് തന്നെ.